ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഇ വി എസിൻ്റെ ഒരു റാപ്പിഡ് റിവിഷനുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇ വി എസ് കാറ്റഗറി 1 ഇ വി എസിൻ്റെ പാർട്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിർബന്ധമായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ആവാസ വ്യവസ്ഥ ഇക്കോസിസ്റ്റം എന്താണ് നമുക്കറിയാം അല്ലെ. എന്താണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ചിലപ്പോൾ ഇതേപോലെ ഡെഫിനിഷൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഇതിനകത്ത് നിങ്ങൾ ഇത് കണ്ടു അല്ലെ? ഇതെന്താണ്? പുല്ലാണ് അല്ലെ? പുല്ല് പുൽച്ചാടി ഭക്ഷിക്കും അല്ലെ? പുൽച്ചാടീനെ തവള കഴിക്കുന്നു, തവളേനെ പാമ്പ് കഴിക്കുന്നു. ഇനി ഇതിങ്ങനെ പോവുകയാണെങ്കിൽ പാമ്പിനെ ചിലപ്പോൾ പരുന്ത് കഴിക്കുന്നു. ആ ഒരു രീതിയിൽ വരും അല്ലെ? അപ്പൊ ഇത്തരം ആഹാര ബന്ധങ്ങളെ ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഫുഡ് ചെയിൻ ആണ്. പുല്ലിനെ പുൽച്ചാടി, പുൽച്ചാടിയെ തവള, തവളയെ പാമ്പ്, പാമ്പിനെ പരുന്ത്, അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഫുഡ് ചെയിൻ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. അതിനാണ് ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യമായിരിക്കും. ഓർത്തു വെക്കണം. ഭക്ഷ്യ ശൃംഖലയിലെ മിക്കവാറും നല്ല എപ്പോഴും ആദ്യത്തെ കണ്ണി എന്തായിരിക്കും? ഹരിത സസ്യമായിരിക്കും അല്ലെ? പ്ലാന്റ്സ് ആയിരിക്കും. എന്ത്? ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും എന്ത്? ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എന്ന് പറയുന്നത്. എന്നാൽ അവസാന കണ്ണിയായി വരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇവിടെ നോക്കിയേ, ഈ പാമ്പാണ് ഇപ്പൊ ഈ ഒരു ഫുഡ് ചെയിനിലെ ലാസ്റ്റ് അല്ലെ? അപ്പൊ അത് ആക്ച്വലി എന്താണ്? ഒരു മാംസഭോജിയാണ് അല്ലെ? ഇടയ്ക്ക് വരുന്നവ സസ്യഭോജികളോ, ഇപ്പൊ നോക്ക്, പുൽച്ചാടി സസ്യഭോജിയാണ്, അല്ലെങ്കിൽ മാംസഭോജികളോ മിശ്രഭോജികളോ ഒക്കെ ആവാം. ഓക്കെ, മാംസഭോജിയാണ് അവസാനമെങ്കിൽ മിശ്രഭോജികളോ, അങ്ങനെ പല രീതിയിലേക്ക് ഇടയ്ക്ക് വരുന്ന കണ്ണികൾ വരും. അപ്പൊ എപ്പോഴും ആദ്യത്തെ കണ്ണി എന്തായിരിക്കും? ഹരിത സസ്യമായിരിക്കും എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓരോന്നിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രോപ്പിക് ലെവലുകൾ എന്ന് പറയാം. ട്രോപ്പിക് ലെവൽ. അപ്പൊ ഹരിത സസ്യം, പുല്ല് എന്നുള്ളത് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ ആണ് അല്ലെ? അപ്പം ഇവിടെ ഈ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത് ആക്ച്വലി എന്താണ്? ഈ ഹരിത സസ്യമാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ ലെവലിൽ ആക്ച്വലി എന്ത് വരും? ഉൽപാദകര് വരും. ഓക്കെ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നവര് വരും ഫസ്റ്റ് ലെവലിൽ അല്ലെ? അപ്പൊ സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ അടുത്തതായിരിക്കാം തേർഡ് ട്രോപ്പിക് ലെവലിൽ, അതിന് ശേഷമുള്ളത് ഫോർത്ത് ട്രോപ്പിക് ലെവൽ. അപ്പൊ ഫോർത്ത് ട്രോപ്പിക് ലെവൽ അല്ലെങ്കിൽ അവസാനത്തെ ലെവലുകളിലൊക്കെ മിക്കവാറും എന്തായിരിക്കും? മാംസഭോജികളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഹരിതകം ഉപയോഗിച്ചിട്ട് ഈ സസ്യങ്ങള് ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ട് അവയെ നമ്മൾ ഹരിത സസ്യം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് മറ്റുള്ളവ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഇവയെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നും, ബാക്കി അങ്ങോട്ടുള്ള എല്ലാവരെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാരും നമ്മൾ എന്തെന്ന് വിളിക്കും? കൺസ്യൂമേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നോക്കിക്കേ, ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ എന്തേ വരുള്ളൂ? ഹരിത സസ്യം മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഈ പറയുന്ന ഫുഡ് ചെയിൻ അല്ലെ, അതിപ്പം നമ്മൾ പറഞ്ഞു പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്. അപ്പൊ നമുക്ക് പുൽച്ചാടിയെ തവള മാത്രമേ കഴിക്കാവുള്ളൂ, തവളയെ പാമ്പ് മാത്രമേ കഴിക്കാവുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ, മുയല് കഴിക്കാം, ആട് കഴിക്കാം, മുയലിനെ ചിലപ്പോൾ സിംഹം പിടിക്കാം, അല്ലെങ്കിൽ ആടിനെ ചിലപ്പോൾ പുലി പിടിക്കാം അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യരായിരിക്കും കഴിക്കുന്നത്. ഇനി പുഴുവിനെ കോഴി കഴിക്കാം, തവള കഴിക്കാം, പുൽച്ചാടിനെ ഓന്ത് കഴിക്കാം, പാമ്പ്, പരുന്ത് അല്ലെ? ഇപ്പൊ ഈ കോഴീനെ മനുഷ്യൻ കഴിക്കും. ഇങ്ങനെ മൊത്തത്തിൽ ഈ ശൃംഖല ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ വിവിധ ഭക്ഷ്യ ശൃംഖലകൾ അല്ലെങ്കിൽ ഫുഡ് ചെയിനുകൾ ഒന്നിച്ചു ചേർന്ന് എന്തുണ്ടാകും? ഭക്ഷ്യ ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് ഉണ്ടായിരിക്കും. പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലമാണ് എന്തുള്ളത്? അപ്പൊ പ്രകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ? ഇതിനകത്ത് ഒരു എടുത്ത് നമ്മൾ പറയുമ്പോൾ അതാണ് ഫുഡ് ചെയിൻ. ഇത് തമ്മിൽ ടോട്ടലി ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് പ്രകൃതിയിൽ നമുക്ക് പ്രധാനമായിട്ടും ഫുഡ് വെബ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ,
ഇനി ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇവയെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉൽപാദകർ എന്ന് വിളിക്കുന്നു. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി എന്താണ് ഒരു സസ്യം അല്ലെ അല്ലെങ്കിൽ ഒരു ജന്തു നശിക്കുമ്പോൾ അവയുടെ ശരീരഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇപ്പൊ നമുക്കറിയാം ഒരു ഇല അല്ലെ, ഒരു മാവിന്റെ ഇല താഴെ വീണു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാവിന്റെ ചോട്ടിൽ ധാരാളം ഇലകള് എന്നും രാവിലെ ആകുമ്പോൾ വീഴും അല്ലെ, അമ്മമാരെ അടിച്ചു വാരുന്നൊക്കെ നമുക്ക് കാണാം അല്ലെ. അപ്പം ഈ ഇലകള് രണ്ടാമത്തെ ദിവസം, ആദ്യ ദിവസം വീഴുമ്പോൾ നല്ല പച്ചപ്പായിരിക്കും അല്ലെ, രണ്ടാമത്തെ ദിവസം വീഴുന്ന സമയത്ത് ചെറുതായിട്ട് കളർ മാറും, പിന്നെ ഇങ്ങനെ അഴുകും അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ്, അതായത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയാണ് നമ്മൾ വിഘാടകർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന അവശിഷ്ടങ്ങളുടെ മേൽ ഇപ്പൊ ഒരു നമുക്കറിയാം ഈ റോഡ് സൈഡിലൊക്കെ പൂച്ചയോ എലിയോ ഒക്കെ ചത്ത് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ അഴുകും അല്ലെ. അത് എന്തുകൊണ്ടാ? അതിന്റെ മുകളിൽ ഈ പറയുന്ന ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് ആക്ട് ചെയ്യും. എന്നിട്ട് അവയെ എന്ത് ചെയ്യും? ഇങ്ങനെ പതുക്കെ പതുക്കെ ദഹിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും അല്ലെ. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും മറ്റും ലഭ്യമാകുന്നു. അപ്പം ഇങ്ങനെ ഇതിനെ വിഘടിപ്പിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? മണ്ണോട് ചേർക്കുന്നു. പിന്നെ ആ മണ്ണിൽ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കണ്ടന്റുകൾ വരുന്നു. അപ്പൊ പിന്നീട് അടുത്ത സസ്യം എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് വരുന്ന ചെടികൾ ഈ പറയുന്ന ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ടാണ് അടുത്ത് അതിന്റെ ഗ്രോത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ വിഘാടകർ എന്ന് പറയുന്നത് എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ആദ്യം നോക്കുക, ഉൽപാദകരുണ്ട് അല്ലെ. ഫസ്റ്റ് ചെയിനിൽ ഉൽപാദകരുണ്ട്. അവ ആഹാരമൊക്കെ നിർമ്മിക്കുന്നു, അത് ഉപഭോക്താക്കൾ യൂസ് ചെയ്യുന്നു, കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നു അല്ലെ. ഇനി ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ട്രോഫിക് ലെവലിൽ 3-ാമത്തെ 4-ാമത്തെ മാംസഭോജികളൊക്കെ ആയിരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവർക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ അത് ചത്തുപോയി കഴിയുമ്പോൾ മൃതാവശിഷ്ടം അല്ലെ, ആ അവശിഷ്ടം എന്ത് ചെയ്യുന്നു? അതിൽ വിഘാടകർ ആക്ട് ചെയ്യുന്നു. അവര് വിഘാടനം ചെയ്യുന്നു, അതായത് അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന സംഭവത്തിനെയൊക്കെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് പോഷക ഘടകങ്ങളായിട്ട് മാറുന്നു. അതിനെ പിന്നെയും ഉൽപാദകർ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. അങ്ങനെ ഈ അവസ്ഥ. ഇനിയിപ്പോ ഉൽപാദകർ തന്നെയാണ്, ഇപ്പൊ ഒരു മരമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കുന്നു? മൃതാവശിഷ്ടം വരുന്നു. പിന്നീട് ഈ സൈക്കിൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നു അല്ലെ. ഉൽപാദകർ, ഒരു മരം തന്നെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അവയിൽ മൃതാവശിഷ്ടം വരുന്നു. മൃതാവശിഷ്ടത്തിൽ വിഘാടകർ ആക്ട് ചെയ്യുന്നു, വിഘാടനം ചെയ്യുന്നു, പോഷക ഘടകങ്ങളാക്കുന്നു, മറ്റേതെങ്കിലും ഉൽപാദകർ അത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോയി. ഇതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ചെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത നോക്കുക, പരിസ്ഥിതി. അപ്പൊ ഇത് കുറച്ച് പോയിന്റ് എക്സാം ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്? പരിസ്ഥിതി എന്ന് പറയുന്നത്. ജീവികളും പരിസരവുമായിട്ടുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജീവികളും പരിസരവുമായിട്ടുള്ള പരസ്പര ബന്ധം എന്താണ്? അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി. ഇങ്ങനത്തത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് ശാസ്ത്രമായി പഠനം, ഓരോ പഠനം എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇക്കോളജി എന്ന പദം ആദ്യം ഉത്ഭവിച്ചത് വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പൊ ഏത് പദത്തിൽ നിന്നാണ്? ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ. ഇതൊക്കെ ഓർത്തു വെക്കണം. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ. ഇനി പരിസ്ഥിതിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇതൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ഓർത്തു വെച്ചേക്കുക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് ആരാണ്? യൂജിൻ പി ഓഡും. ആരാണ്? യൂജിൻ പി ഓഡും. ഇനി ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? പ്രൊഫസർ രാം ദിയോ മിശ്ര. ഓക്കെ, ഇനി പരിസ്ഥിതി ദിനം എന്നാന്നറിയാലോ, ജൂൺ 5th ആണ്. ഇനി 2023 വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ തീം എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇനി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റേച്ചൽ കാഴ്സൺ.
അടുത്ത റേച്ചൽ കാഴ്സിന്റെ വിഖ്യാത ഗ്രന്ഥമുണ്ട്. അതെന്താണ്? സൈലന്റ് സ്പ്രിംഗ് ആണ് കേട്ടോ, നിശബ്ദ വസന്തം. ഇനി ഇതിന്റെ ഉള്ളടക്കം എന്താണ്? പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം. കീടനാശിനികളെ കുറിച്ചാണ്. അപ്പൊ ഏത് കീടനാശിനിയെ കുറിച്ചാണെന്ന് വെച്ചാൽ DDT ആണ് കേട്ടോ. ഇത് പിന്നീട് 1972 അമേരിക്കയിലെ DDT നിരോധിക്കാൻ കാരണമായി ഏത് പുസ്തകം? റേച്ചൽ കാഴ്സിന്റെ സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന പുസ്തകം മൂലം DDTയുടെ ഉപയോഗം നിരോധിക്കാൻ അമേരിക്കയിൽ കാരണമായി. ഓക്കെ, ഇനി ഗ്രേറ്റ തുൺബെർഗ് എന്ന് പറഞ്ഞ പേരൊന്ന് ഓർത്തു വെച്ചിരിക്കണം. 2019 ടൈംസ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകയാണ് ആര്? ഗ്രേറ്റ തുൺബെർഗ്. ഗ്രേറ്റ തുൺബെർഗിന്റെ ജീവിതം ആസ്പദമാക്കിയ പുസ്തകമാണ് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി. ബിജീഷ് ബാലകൃഷ്ണനാണ് അത് എഴുതിയത്. എന്താണ്? ഈ ഗ്രേറ്റ തുൺബെർഗിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി. ബിജീഷ് ബാലകൃഷ്ണൻ. അടുത്ത ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. ഓക്കെ, അപ്പൊ ഇത് ഇന്നത്തെ നമ്മള് SCERT പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു. സോ നമുക്കറിയാം ബീജാങ്കുരണം എന്താണെന്ന് അറിയാം അല്ലെ, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. നമ്മുടെ സിലബസ് തുടങ്ങുന്ന തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ബീജാങ്കുരണം? എന്താണ്? അനുകൂല സാഹചര്യങ്ങൾ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് എന്ത്? ബീജാങ്കുരണം എന്ന് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയൊക്കെയാണ്. റാഡിക്കല്, പ്ലുമ്യൂളൊക്കെ നോക്കുക. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ബീജമൂലമാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എക്സാം എഴുതുന്നവർക്ക് റാഡിക്കിൾ. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. കണ്ടോ? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന എന്താണ്? ബീജമൂലമാണ് അല്ലെ. അത് ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. അതും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മുകളിലേക്ക് വളരുന്ന ശീർഷം. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക? ശീർഷം എന്ന് വെച്ചാൽ തലയാണ് അല്ലെ. അപ്പൊ മുകളിലേക്ക് വളരുന്നു അല്ലെ. പിന്നെ എന്തിനും ആദ്യം വേര് വേണം. അപ്പൊ ആദ്യം മുളയ്ക്കുന്ന എന്താണ്? ബീജമൂലം. നോക്കിയ മൂലം എന്ന് പറയുമ്പോൾ ആ ബേസ്, അതായത് വേര്, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ബീജശീർഷം വളർന്ന് കാണ്ഡമാകുന്നു, സ്റ്റെം ആയിട്ട് മാറുന്നു അല്ലെ. അതേപോലെ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോൾ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഏത് ആഹാരമാണ്? ബീജപത്രത്തിലെ, കോട്ടിലിഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഇല ആണ് പൊതുവെ ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇല ഉണ്ടാകുന്നതിന് മുന്നം എന്തായിരിക്കും? ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്കറിയാം വിത്ത് വിതരണം പല രീതിയിലാണ്. കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ചൊക്കെയാണ്. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ നോക്കി വെക്കുക, എക്സാമിന് ചോദിക്കും. മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്താണ്? ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, ഇതൊക്കെ എങ്ങനെയാണ്? ജന്തുക്കൾ വഴിയാണ് കേട്ടോ. ഇനി അപ്പൂപ്പൻ താടി, മഹാഗണിയൊക്കെ കാറ്റ് വഴിയാണ്. ജലം, തെങ്ങ്, പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന വെണ്ട, കാശിത്തുമ്പ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ജൈവ കണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും. അപ്പം പ്രധാനമായിട്ടും നമുക്കുള്ള ജൈവ കണങ്ങൾ: ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റ്; ശ്വേതകണം, ല്യൂക്കോപ്ലാസ്റ്റ്; വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. സോ ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്വേതകരണം, ല്യൂക്കോപ്ലാസ്റ്റ്. നിറമുണ്ടോ? ഇല്ല അല്ലെ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നതാണ്. കൂടെ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, നിറമില്ല. ഓക്കെ, നിറമില്ലാത്തതാണ് ശ്വേതകണം. ക്രോമോപ്ലാസ്റ്റ്, വർണ്ണകം. അപ്പൊ ഈ വർണ്ണകങ്ങൾ പലതരത്തിലുണ്ട്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻസ്.
സാന്തോഫിൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറം കൊടുക്കുന്നു, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കുന്നു, ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാകമാകുന്നതിനനുസരിച്ച് ഹരിത കണങ്ങൾ വർണ്ണകങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൈവ കണങ്ങള്, അതേപോലെ പിഗ്മെന്റുകൾ ഓരോന്ന്. സാന്തോഫിൽ ഏത് നിറം? മഞ്ഞ. കരോട്ടിൻ ഏത് നിറം? മഞ്ഞ കലർന്ന ഓറഞ്ച്. ക്യാരറ്റിലൊക്കെ കൂടുതലുള്ളത് കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ചുമന്ന പർപ്പിൾ നിറം കൊടുക്കുന്നു. ഇനി അടുത്ത വേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടൽ ചെടി അല്ലെ, കണ്ടൽ ചെടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്? കണ്ടൽ ചെടികൾ. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് ഉള്ളത് ഏതിനാണ്? ഈ പറയുന്ന കണ്ടൽ ചെടികൾക്കാണ് കേട്ടോ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ആ ഇമേജ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂമാറ്റോഫോർസ്, അല്ലെങ്കിൽ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി നോക്കിയേ, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് മരച്ചീനി. മരച്ചീനി എന്ന് പറയുന്നത് എന്താണ്? സംഭരണ വേരുകളാണ് കേട്ടോ. സ്റ്റോറേജ് റൂട്ടാണ്. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മരച്ചീനി എന്ന് വെച്ചാൽ കപ്പ അല്ലെ, ടപ്പിയോക്ക. അപ്പൊ സംഭരിച്ചു വെക്കുന്നത്, ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളിലാണ്. അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി. ഇനി നോക്കിക്കേ, അതേസമയം നിങ്ങളോട് ചോദിക്കാം ഉരുളക്കിഴങ്ങ് എന്തിന് ഉദാഹരണമാണ്? എന്താണ്? എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണ്. എന്നാൽ എല്ലാം രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ്. കണ്ടോ? ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്നു. ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും, അപ്പൊ മരച്ചീനി ഒരു കിഴങ്ങാണ് അല്ലെ, പക്ഷെ എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. പക്ഷെ അതൊക്കെ എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡം അല്ലെ, സ്റ്റെം രൂപാന്തരം പ്രാപിച്ച കേസുകൾ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളാണോ? അല്ല അല്ലെ. ചിലതൊക്കെ രൂപാന്തരം പ്രാപിച്ച കാണ്ഡമായിരിക്കും, സ്റ്റെമ്മുകളായിരിക്കും, മോഡിഫൈഡ് സ്റ്റെം ആയിരിക്കും. അപ്പൊ മോഡിഫൈഡ് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ. ഉരുളക്കിഴങ്ങ് അതിന് എക്സാമ്പിൾ ആണ്. ഓർത്തു വെച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി വർഗസങ്കരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇനി സങ്കര ഇനം തെങ്ങ് മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇത് മൂന്നും തെങ്ങിന്റെ സങ്കര ഇനമാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് ഞാൻ, ഇതും കൂടെ പഠിക്കണം. ഏതിനെയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്ക. നിങ്ങൾ ഇപ്പം ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി PSC LDC പോലത്തെ LPUP പോലത്തെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെ. അതിനൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ചന്ദ്രലക്ഷ ഏതാണ്? ചന്ദ്രശങ്കര ഏതിനെയൊക്കെ ക്രോസ് ചെയ്തതാണ് എന്നൊക്കെ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സങ്കര ഇനം അതിനാ നമ്മളോട് ചോദിക്കും പവിത്ര അല്ലെ, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള അന്നപൂർണ. അന്നപൂർണ എന്ന് പറയുന്നത് എന്തിന്റെ സങ്കരം ഇനമാണ്? എന്തിന്റെയാണ്? നെല്ലാണ്. ഇത് കേട്ടിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതേപോലെ ഇതിൽ ഏതും ചോദിക്കാം. ജ്യോതിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജ്യോതിക എന്താണ്? പയറാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ തക്കാളിയില് അക്ഷയ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തക്കാളി. വെണ്ടയില് അനാമിക മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പച്ചമുളകില് ജ്വാലാമുഖി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ ഈ പേരുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം, കാരണം ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏത് പേര് വേണമെങ്കിലും ചോദിച്ച് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ,
അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണം കാസർഗോഡ്. ഈ ചോദ്യം ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ഇത് രണ്ടും ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണൂത്തി സർവകലാശാലയുടെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയുന്നതാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ കേട്ടറ്റ് കൂടാതെ PSC പോലത്തെ എക്സാമുകൾക്കും ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇനിയും അത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ്, ഇത് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയാണ്. പിസികൾച്ചർ മത്സ്യം. ഫ്ലോറികൾച്ചർ പൂക്കൾ. എപ്പികൾച്ചർ തേനീച്ച. ക്യൂണികൾച്ചർ മുയല്. ഇത് ഇത്രയും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് എപ്പികൾച്ചറും പിസികൾച്ചറും ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള, സെറികൾച്ചർ ഒക്കെ മുമ്പ് കേട്ടറ്റിന്റെ തന്നെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു, പിസികൾച്ചർ മത്സ്യം, ഫ്ലോറികൾച്ചർ ഫ്ലവർ, ഫ്ലോറി അല്ലെ പൂക്കൾ, അങ്ങനെ ഓർക്കാം. എപ്പികൾച്ചർ തേനീച്ചയാണ്. ക്യൂണികൾച്ചർ മുയലാണ് കേട്ടോ. അപ്പൊ ക്യൂണികൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ചിലപ്പോൾ ചോദിക്കാം ഹോർട്ടികൾച്ചർ. ഹോർട്ടികൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പച്ചക്കറികളാണ് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്, പല കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്ര വേണേലും നിങ്ങൾക്ക് നെറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ ധാരാളം ആ ഒരു കോമ്പിനേഷൻ കിട്ടും. പക്ഷെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഏറ്റവും മിനിമൽ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്താണ് ടാക്സോണമി. ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ടാക്സോണമി എന്ന് പറയുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഓരോ ടോപ്പിക് ഇതിൽ നിന്ന്, ഓരോ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ടാക്സോണമി? ഓർഗാനിസത്തിന് അവയുടെ സിമിലാരിറ്റീസും ഡിഫറൻസസിന്റെ ഒക്കെ ബേസിൽ സയന്റിഫിക്കലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയും നെയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത് അല്ലെ. ഇനി കാർലസ് ലിനേഴ്സ് ആണ് ഫാദർ ഓഫ് ടാക്സോണമി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കാർലസ് ലിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാർലസ് ലിനേഴ്സ് തന്നെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? RH വിറ്റാക്കർ. 3 ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചതാണ്. ഇനി 2 കിങ്ഡത്തിൽ ഏതൊക്കെയാ വരുന്നത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതാണ് വരുന്നത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അനിമാലിയ. ഇനി അമീബ വരുന്നത് ഏതിലാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രോട്ടിസ്റ്റയിലാണ് അമീബ വരുന്നത് കേട്ടോ. ബാക്ടീരിയാസ് എല്ലാം മൊനീറ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഫംജൈ, പ്ലാന്റ്, അനിമ, അങ്ങനെ 5 എണ്ണമാണ്. ഇനി നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരെ ഉള്ളൂ. നമ്മൾ പൊതുവെ 5 കിങ്ഡം വരെയാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6 കിങ്ഡം അതായത് ബയോളജിയുടെ 8th ക്ലാസ് ബേസിക് സയൻസിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് 6 കിങ്ഡം. ഈ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റം? നിങ്ങൾക്ക് അറിയാം 2 കിങ്ഡം കഴിഞ്ഞ് ആക്ച്വലി 3 കിങ്ഡം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഡീഷൻ വന്നാണ് 5 കിങ്ഡം. അപ്പൊ ഇതൊക്കെ പ്രപ്പോസ് ചെയ്ത് ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ 5 കിങ്ഡത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് 6 കിങ്ഡം? ഏതാണ് ഒരു എക്സ്ട്രാ കിങ്ഡം വന്നത്? ഈ 5 കിങ്ഡത്തിന്റെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ആരാണ് പ്രപ്പോസ് ചെയ്ത 6 കിങ്ഡം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഒരു ടാക്സോണമിക്കകത്ത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമെയിൻ ആണ് 6 കിങ്ഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും തുടക്കം എവിടെയാണ് തുടങ്ങുന്നത്? സ്പീഷീസിൽ. ബേസിക് ആയിട്ടുള്ളത് സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ജനസ്, പിന്നെ ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. 6 കിങ്ഡത്തിലാണ് ഡൊമെയിനിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്തത്
വൈറ്റമിൻസ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിനിൽ വളരെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. കേട, വൈറ്റമിൻ കെ, ഇ, ഡി, എ, കേട എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അടക്ക് എന്ന് ഓർക്കുക അല്ലെ. കൊഴുപ്പ് കഴിച്ചു നമ്മൾ മരിച്ചു, നമ്മളെ അടക്ക്. അപ്പൊ ആ രീതിയിൽ, രണ്ട് രീതിയിൽ ആലോചിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും സിയുമാണ്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആൻഡ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഇതിനെ ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് പല രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഏതാണ്? വൈറ്റമിൻ സി ഒക്കെയാണ് അല്ലെ, കാരണം ജലത്തിൽ ലയിക്കുന്നതാണ്. പിന്നെ അതേപോലെ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വൈറ്റമിൻസ്, ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം, നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. വൈറ്റമിനിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട വൈറ്റമിൻ, അവയുടെ രാസനാമങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ജീവകങ്ങളും രാസനാമങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കുന്നത്? റെത്തറൈനി പാബിബഫോസെ അക്കാട്ടോഫി അല്ലെ. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി, തുടക്കത്തിലുള്ള ലെറ്റേഴ്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജീവകം എ റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകോബാലമിൻ, ജീവകം സി ആസ്കോർബിക് ആസിഡ്, ജീവകം ഡി കാൽസിഫെറോൾ, ജീവകം ഇ ടോക്കോഫെറോൾ ആൻഡ് ജീവകം കെ ഫിലോക്വിനോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാസനാമങ്ങൾ കേട്ടറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റെത്തറൈനി പാബിബഫോസൈ അക്കാട്ടോഫി, കണ്ടോ? ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റെത്തറൈനി പാബി ബഫോസൈ കണ്ടോ? സൈനോകൊബാലിമിന്റെ ആണ് സൈ. ഇനി അക്കാട്ടോഫി, അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ ആൻഡ് ഫിലോക്വിനോൺ. ക്ലിയർ ആണല്ലോ? ആ ഒരു കോഡിൽ ഓർത്തിരിക്കുക. ഇനി ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു കോഡ് ഉണ്ട്, മീൻസ് വേണ്ട, നിങ്ങളിപ്പോ ഇതിൽ ഓർത്തിരുന്നോളൂ. ഓക്കെ. ഇനി രോഗങ്ങളും രോഗകാരികളും. മറ്റേ കോഡ് വേണ്ടവര് നമ്മൾ ടോസ് അക്കാഡമിയുടെ തന്നെ വീഡിയോയിൽ വേറൊരു കോഡും കൂടെ, ഒരു കഥ പോലെ ഓർക്കുന്ന ഒരു കോഡും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജീവകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത രോഗങ്ങളും രോഗകാരികളും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഓക്കെ, ഇനി അതേപോലെ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ. ഇത് നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഒക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കോളറയുടെ കാര്യം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോ മൈലൈറ്റിസ് എന്നാണ് ജലത്തിലൂടെ പകരുന്നു. സമ്പർക്കത്തിലൂടെ പകരുന്ന കുഷ്ഠം, എബോളയും, അതേപോലെ ലൈംഗിക സമ്പർക്കത്തിലൂടെ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഷഡ്പദങ്ങൾ മന്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. മന്ത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മലേറിയ അനോഫിലസ് പെൺകൊതുകുകൾ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി, ചിക്കൻ ഗുനിയ ഈഡിസ് ഈജിപ്തി, മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്തി. ഓക്കെ, അപ്പം കൊതുക് പരത്തുന്നത് തന്നെയാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന അസുഖവും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇത് സ്പെഷ്യലൈസ്ഡ് ആ കൊതുകിന്റെ പേരുകളുണ്ട്, അപ്പൊ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മുടെ പെഡഗോഗി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക് ആണ് അല്ലെ. ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ബ്ലൂംസ് ടാക്സോണമിയിൽ എന്തൊക്കെയാണ്? നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇനി ബ്ലൂംസ് ടാക്സോണമി റിവൈസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറി? ഇവിടെ എല്ലാം നൗണുകളായിരുന്നു അല്ലെ. ആ ടേം എല്ലാം ഇങ്ങോട്ടേക്ക് എന്തായിട്ട് മാറി? വെർബായിട്ട് മാറി അല്ലെ. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്,
ക്രിയേറ്റിംഗ്. ഇത് ജസ്റ്റ് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് ചോദിക്കും ഇതിൽ ഏതാണ് അല്ലെ. ഇപ്പൊ ഒരു 4 ഒക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ടാക്സോണമിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പേര് തരും. എന്നിട്ട് ഇതിൽ ഇല്ലാത്തത് ഏത് ഡൊമൈൻ ആണ് എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിരിക്കുക അല്ലെ. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് നൗൺ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലെ. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ബ്ലൂംസിലേക്ക് വരുമ്പോൾ നൗൺ എല്ലാം വെർബായി കണ്ട ING, റിമെമ്പറിങ്, കോംപ്രിഹെൻഷൻ മാറിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ മാറിയിട്ട് അപ്ലൈ, അനാലിസിസ് മാറിയിട്ട് അനലൈസിങ്, സിന്തസിസ് മാറിയിട്ട് അവിടെ ഇവാലുവേഷൻ. കണ്ടോ ഇങ്ങനെ ഒരു മാറ്റം വന്നു. ഇവിടെയാണ് ഇവാലുവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹയർ ലെവൽ ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ലെവലും കൂടെ ഏതിൽ വന്നു. അപ്പൊ ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവലുള്ളത് ഏതിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവാലുവേഷൻ ഹയർ ലെവൽ ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിലാണ്. ക്രിയേറ്റിംഗ് ഹയർ ലെവൽ ആയിട്ടുള്ളത് എന്തിലാണ്? ബ്ലൂംസ് റിവൈസ്ഡ് ടാക്സോണമിയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കഷനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എങ്കിൽ കൂടി അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. SCERT ബേസ്ഡ് ആണ് നമ്മൾ കൂടുതലും ക്ലാസ്സുകൾ കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ EVS പക്ക നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില എക്സാമുകൾക്കൊക്കെ അതിനപ്പുറത്തേക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കൺമുമ്പിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും PSC ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ EVSന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പരിസര പഠന ക്ലാസ്സിൽ ഉപകരണം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രവർത്തനം കുട്ടിക്ക് നൽകുന്നതിലൂടെ ടീച്ചർ ഊന്നുന്നത് ഏത് മേഖലയിലുള്ള വികാസത്തിലായിരിക്കും അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം നമുക്ക് എന്താ പറയാ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരിസര പഠന ക്ലാസ്സിൽ ഉപകരണം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രവർത്തനം. അപ്പൊ അവിടെ എന്താ വേണ്ടത്? അങ്ങനെ ഒരു സംഭവം രൂപകൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രൂപകൽപ്പന എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു കാര്യം ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വേണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്? ഏറ്റവും മുന്തിയത്. ഇപ്പൊ ഇതിലെല്ലാം അതിനകത്ത് വേണ്ടത് തന്നെ ആയിരിക്കാം. പക്ഷെ അതിനകത്ത് ഏറ്റവും മുന്തിയത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ബേസിക് ആയിട്ടുള്ളത് ഏതാണ്? സർഗാത്മകത മേഖലയാണ് അല്ലെ. ക്രിയേറ്റിവിറ്റി വേണം അല്ലെ. ആ ഒരു യന്ത്രം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടുവരണം അല്ലെ. അങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ തൊട്ട് അതെങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ പ്രത്യേകതകൾ വേണം, എന്തൊക്കെ ചെയ്യരുത്, അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് EVSന്. അപ്പൊ നമുക്ക് കൂടുതലും നമുക്കൊരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നതിൽ പരം നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനും കൂടെ ഈ ഒരു EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന പോഷകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ ഇതെങ്ങനെയാ നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. ഗ്ലൂക്കോസ് നിങ്ങൾക്ക് ഒരൊറ്റയടിക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്, ക്ലിക്ക് ആവേണ്ടതാണ്. പക്ഷെ ആ ഒരു ഫോർമുലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അല്ലെ, അതിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6 ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനേ ഉള്ളൂ, നൈട്രജൻ ഇല്ല അല്ലെ. ഇനി നോക്കിക്കേ, സെല്ലുലോസ് എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന്റെ ഫോം ആണ്, ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാലും ഗ്ലൂക്കോസിന്റെ ഫോം ആണ് അല്ലെ. അപ്പൊ പിന്നെ ഏതാണ്? മാംസ്യമാണ്. ഇങ്ങനെ നമുക്ക് എടുക്കാം. അതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ അല്ലെ. അമിനോ ആസിഡ്സ് ആണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് അല്ലെ, പ്രോട്ടീനിന്റെ. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും നൈട്രജനും ഉള്ളത് ഏതിലാണ്? പ്രോട്ടീനിലാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മണ്ണിൽ ചപ്പുചവറ് കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ് അല്ലെ. അഡ്വാൻറ്റേജസ് ഓഫ് മൾച്ചിങ് ദ സോയിൽ ആർ, അതായത് എന്താണ് നമ്മള് എന്താ പറയാ,
ചെടികളുടെ ചുറ്റും ഈ ചപ്പ് ചവറും കാര്യങ്ങളൊക്കെ ഇടും അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ ഉപയോഗം? എന്താണ്? മണ്ണിലെ ജൈവാംശം കൂടുന്നു. കറക്റ്റ് അല്ലേ? ഹ്യൂമസ് കണ്ടന്റ്, ഈ പറയുന്ന ചപ്പ് ചവറുകളൊക്കെ എന്താണ്? ഈ പറയുന്ന മൈക്രോ ബാക്ടീരിയാസ് അതിനെ ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ മണ്ണിലെ ജൈവാംശങ്ങൾ എന്ന് പറയുന്നത് കൂടുന്നു. കറക്റ്റ് ആണ് അല്ലെ. സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു അല്ലെ, അതും കറക്റ്റ് ആണ്. മൈക്രോ ഓർഗാനിസംസ് കൂടും ചപ്പ് ചവറുകൾ കൂട്ടുമ്പോൾ, അത് ഇൻ ടേൺ ജൈവാംശം കൂട്ടുന്നു. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആണ്. മണ്ണിലെ ജലത്തിന്റെ ബാഷ്പീകരണ നിരക്ക് കൂടുകയാണോ ചെയ്യുക? അല്ല അല്ലെ. കാരണം എന്താണ്? ഇപ്പൊ നേരിട്ട് മണ്ണുമായിട്ട് ആ ഒരു കോണ്ടാക്ട് വരുന്നില്ല അല്ലെ, സൂര്യപ്രകാശത്തിന്. അപ്പൊ എന്ത് ചെയ്യുന്നു? മണ്ണിൽ നിന്നുള്ള ബാഷ്പീകരണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിന്റെ ജലാകിരണ ശേഷി കൂട്ടുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ കരിയിലകളും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ വാട്ടറിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുന്നു. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. ഇതൊക്കെ നമുക്ക് എന്താണ്? ഇതിപ്പോ ഒരു സാധനം നമുക്ക് പഠിക്കണോ? വേണ്ട അല്ലെ. നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അല്ലെ. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട ഒന്നും കാര്യമില്ല. അപ്പൊ നമ്മുടെ EVS എക്സാംസിന് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് യൂസ് ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെ നമ്മൾ ചിന്തിക്കും? നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അല്ലെങ്കിൽ മറ്റു നമ്മുടെ പുറത്തുള്ള എക്സ്പീരിയൻസുകൾ, അതൊക്കെ നമ്മളെ ഈ ഒരു എക്സാം ഹാളിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിലെ ഒരു കുട്ടിയുടെ നില കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന രേഖ ഏതാണ്? അപ്പൊ എപ്പോഴും 4 ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കിയേ, നിരന്തര വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ നോക്കിയേ, പ്രതിഫലനാത്മക കുറിപ്പ്, റിഫ്ലക്റ്റീവ് ജേർണൽ. അപ്പൊ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമില്ല. ദൈനംദിന സൂത്രണ രേഖ, അപ്പൊ ഓരോ ദിവസത്തെ ഇവന്റുകൾ എഴുതുന്ന അത് ദൈനംദിന സൂത്രണ രേഖ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താണ്? ഒരു നിരന്തര വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ അത് ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. പഠന പുരോഗതി രേഖ, സഞ്ചിത രേഖ. സഞ്ചിത രേഖ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്താണ്? സഞ്ചിത രേഖയും വരാം, പഠന പുരോഗതി രേഖയും വരാം അല്ലെ. അപ്പൊ ഇതിനകത്ത് നോക്കുക, നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ അല്ലെ, ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിലയിരുത്തൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ നില കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന രേഖ ഏതാണ് വരുന്നതെന്ന് അറിയോ? പഠന പുരോഗതി രേഖയാണ്. അപ്പൊ സഞ്ചിത രേഖ പല എക്സാമുകൾക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ പഠന പുരോഗതി രേഖ എക്സാമ്പിൾ ഇല്ലെങ്കിൽ സഞ്ചിത രേഖയൊക്കെ ക്യുമുലേറ്റീവ് റെക്കോർഡിന് വേണ്ടിയിട്ട് നമുക്ക് സഞ്ചിത രേഖ, നിരന്തര വിലയിരുത്തൽ നമുക്ക് സഞ്ചിത രേഖയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് പഠന പുരോഗതി രേഖ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ആത്യന്തിക വിലയിരുത്തൽ അല്ലെ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തലിനൊക്കെ സഹായിക്കുന്ന എന്താണ്? പഠന പുരോഗതി രേഖയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാ? അപ്പൊ നമുക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വന്നു അല്ലെ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലേതാണ് ബെറ്റർ എന്ന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം, അതിന് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതൊക്കെ അതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാൻ എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു റീസൺ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ S സ്വാമിനാഥൻ വികസിപ്പിച്ച സബർമതി സോനോ എന്നത് ഏത് വിളയിനമാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഡോക്ടർ സ്വാമിനാഥനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരാൻ കാര്യം? വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഈ ഇടയാണ്, അതായത് 28 സെപ്റ്റംബർ 2023 സ്വാമിനാഥൻ എന്ന് പറയുന്ന നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്ന് പറയുന്ന ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷന്റെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ നായർ അന്തരിച്ചത് അല്ലെ. അപ്പൊ എന്താണ്? 28 സെപ്റ്റംബർ 2023 ആണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നത്. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? അദ്ദേഹം വികസിപ്പിച്ചത് ഏതാണ്? സബർമതി സൊണോറ എന്ന് പറയുന്ന ഗോതമ്പ് ഇനമാണ് കേട്ടോ. ഏതാണ്? ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഗോതമ്പ് വെറൈറ്റിനെയാണ് അദ്ദേഹം വികസിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പത്രം വായിക്കുന്നതൊക്കെ EVS എന്ന് പറയുന്ന എക്സാം എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് എന്ന് ഇപ്പൊ മനസ്സിലായി കാണും അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആണ് അല്ലെ. വനനശീകരണം എന്ന് വെച്ചാൽ മരങ്ങളെ നശിപ്പിക്കുന്നത് നിർത്തുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി വനവൽക്കരണം എന്ന് പറഞ്ഞാൽ വനങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അപ്പൊ അതെന്താണ്, കാലാവസ്ഥ മാറ്റത്തിന് ഹെൽപ്പ് ചെയ്യും അല്ലെ. അത് കുറയ്ക്കുവാൻ, കാലാവസ്ഥ മാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അടുത്ത നോക്കുക, വനനശീകരണം കുറയ്ക്കുക. ഓക്കെ, ജനസംഖ്യ വളർച്ച കുറയ്ക്കുക. ഇപ്പൊ ജനസംഖ്യ വളർച്ച എങ്ങനെയാണ്? നമുക്കറിയാം, ജനസംഖ്യ കുറയുമ്പോൾ നമുക്ക് വേണ്ട ഷെൽട്ടറും കാര്യങ്ങളും ഒക്കെ കുറയും. അപ്പൊ നമുക്ക് ഒരു വീട് വെക്കണ സ്ഥലത്തെ മരങ്ങളൊക്കെ നമ്മൾ മുറിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഇതിനെ ബാധിക്കും. അപ്പൊ അതും ഓക്കെയാണ്. ഇനി വനവൽക്കരണം കൂട്ടുക, ഊർജ ഉപയോഗം കൂട്ടുക. അത് റോങ് ആയിട്ടുള്ളതാണ് അല്ലെ. ഊർജ ഉപയോഗം കൂട്ടാന്ന് വെച്ചാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഇത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഓപ്ഷൻ 1, 2, 3, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതൊക്കെ എന്താണ്, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെയാണ് EVS കൂടുതലായിട്ടും കടന്നു വരുന്നത്. ക്ലിയർ ആണല്ലോ.